ഹിസാന വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. ഞാനിന്ന് സോഷ്യൽ സയൻസ് വർക്ക്ഷീറ്റ്സ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇടാൻ പോകുന്നത്. അപ്പോഴേ ഇന്ന് പുതിയ ചാപ്റ്റർ എടുത്തു. ഏതാണ് ആ ചാപ്റ്റർ? അതെ, ഭൂമിയും ജീവലോകവും, എർത്ത് ആൻഡ് ബയോസ്ഫിയർ. നമുക്ക് നേരെ നോട്ട്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, എന്താണ് ശിലാമണ്ഡലം? എന്താണ് ശിലാമണ്ഡലം? എന്താണ് ശിലാമണ്ഡലം? അതെ, ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. What do you mean by lithosphere? What do you mean by lithosphere? Lithosphere, the solid pattern of the earth which contains all the landforms, rocks and soil is called the lithosphere. The solid patterns of the earth which contains all the landforms, rocks and soil is called the lithosphere. ഭൂമിയിൽ വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ ഉണ്ടല്ലോ, ലാൻഡ്ഫോംസ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പർവ്വതങ്ങൾ, മൗണ്ടെയ്ൻസ്. പീഠഭൂമികൾ, പ്ലാറ്റ്യൂസ്. സമതലങ്ങൾ, പ്ലെയിൻസ്. ഏതൊക്കെയാണ് ഭൂരൂപങ്ങൾ? പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ. മൗണ്ടെയ്ൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ്. ആദ്യം നമുക്ക് പർവ്വതങ്ങൾ അഥവാ മൗണ്ടെയ്ൻസ് എന്താണെന്ന് നോക്കാം. മൗണ്ടെയ്ൻസ്, landforms having an altitude of more than 900 meters above the sea level and with steep slopes. Landforms having an altitude of more than 900 meters above the sea level and with steep slopes. പർവ്വതങ്ങൾ, സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണിത്. അടുത്ത ഭൂരൂപം ഏതാണ്? അതെ, പ്ലാറ്റ്യൂസ്. Landforms with almost flat top and which stands at a comparatively higher elevations than the surroundings. Landforms with almost flat top and which stands at a comparatively higher elevations than the surroundings. പീഠഭൂമികൾ, മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങൾ. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങൾ. അടുത്ത ഭൂരൂപം ഏതാണ്? അതെ, പ്ലെയിൻസ് അല്ലെ. കമ്പാരിറ്റീവ്ലി ലോ ലയിങ് ആൻഡ് എക്സ്പെൻസീവ് ലാൻഡ് ഫോംസ്. കമ്പാരിറ്റീവ്ലി ലോ ലയിങ് ആൻഡ് എക്സ്പെൻസീവ് ലാൻഡ് ഫോംസ്. സമതലങ്ങൾ, താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങൾ. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങൾ. അടുത്തൊരു ചോദ്യം, റൈറ്റ് ദി യൂസസ് ഓഫ് ലിത്തോസ്ഫിയർ. റൈറ്റ് ദി യൂസസ് ഓഫ് ലിത്തോസ്ഫിയർ. ശിലാമണ്ഡലത്തിന്റെ ഉപയോഗങ്ങൾ എഴുതുക. ശിലാമണ്ഡലത്തിന്റെ ഉപയോഗങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ? നമുക്ക് നോക്കാം. ലിത്തോസ്ഫിയർ ആൻഡ് യൂസ്. ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം. അഗ്രികൾച്ചർ, കൃഷി. കൺസ്ട്രക്ഷൻ, നിർമ്മാണ പ്രവർത്തനം. മൈനിങ്, ഖനനം. കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം. ഇറിഗേഷൻ, ജലസേചനം. ഏതൊക്കെയാണ് ഉപയോഗങ്ങൾ? ഗതാഗതം, കൃഷി, നിർമ്മാണ പ്രവർത്തനം, ഖനനം, വാർത്താവിനിമയം, ജലസേചനം.
ട്രാൻസ്പോർട്ടേഷൻ, അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, മൈനിങ്, കമ്മ്യൂണിക്കേഷൻ, ഇറിഗേഷൻ. ഇനി അടുത്ത ചോദ്യം നോക്കാം. എങ്ങനെയാണ് മണ്ണ് ഉണ്ടാകുന്നത്? ഹൗ ഈസ് സോയിൽ ഫോംഡ്? എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതെ, പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. Soil is formed due to the disintegration of rocks. Soil is formed due to the disintegration of rocks. അടുത്ത ചോദ്യം, how does the soil become fertile? എങ്ങനെയാണ് മണ്ണിന് ഫലപുഷ്ടി ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് നോക്കാം. നിശ്ചിത അളവിൽ ജലം, വായു എന്നിവയോടൊപ്പം ജൈവാംശവും സൂക്ഷ്മജീവികളും മണ്ണിൽ ഉള്ളതുകൊണ്ടാണ് മണ്ണിന് ഫലപുഷ്ടി ഉണ്ടാവുന്നത്. നിശ്ചിത അളവിൽ ജലം, വായു എന്നിവയോടൊപ്പം ജൈവാംശവും സൂക്ഷ്മജീവികളും മണ്ണിൽ ഉള്ളതുകൊണ്ടാണ് മണ്ണിന് ഫലപുഷ്ടി ഉണ്ടാവുന്നത്. Soil contains a fixed amount of water, air, humus and microorganisms. It created fertility of the soil. Soil contains a fixed amount of water, air, humus and microorganisms. It created fertility of the soil. ഇനി അടുത്തൊരു ചോദ്യം, Right activities adversely affect the fertility of the soil. Right activities adversely affect the fertility of the soil. മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ? നമുക്ക് നോക്കാം. Excessive use of fertilizers. രാസവളങ്ങളുടെ അമിത ഉപയോഗം. Excessive use of pesticides. രാസകീടനാശിനികളുടെ അമിത ഉപയോഗം. Excessive use of plastics. പ്ലാസ്റ്റിക്കുകളുടെ അമിത നിക്ഷേപം. ഇനി അടുത്ത ചോദ്യം, അനിയന്ത്രിതമായ മണൽ ഖനനം നദിയിൽ ഉണ്ടാക്കുന്ന നാശങ്ങൾ ഏതൊക്കെ? അനിയന്ത്രിതമായ മണൽ ഖനനം നദിയിൽ ഉണ്ടാക്കുന്ന നാശങ്ങൾ എന്തൊക്കെ? What are the damages caused by uncontrolled sand mining in the river? What are the damages caused by uncontrolled sand mining in the river? ഉത്തരം ഇതാണ്. Increase the depth of the river bed. അടിത്തട്ടിലെ ആഴം കൂട്ടുന്നു. Lowering of water in nearby wells. കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു. വാട്ടർ സ്കാർസിറ്റി. ജല ദൗർലഭ്യം. ബാങ്ക് ഷെൽവിംഗ്. വശങ്ങൾ ഇടിയുന്നു. ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ജീവനും സ്വത്തിനും നാശനഷ്ടമുണ്ടാകുന്നു. ഇനി അടുത്ത ചോദ്യം, മണ്ണിന്റെ നാശത്തിന് കാരണമാകുന്ന മറ്റു പ്രവർത്തനങ്ങൾ ഏവ? What are the other activities that destroy soil? അത് സാറ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സാറ് ചെയ്യാൻ പറഞ്ഞ ആക്ടിവിറ്റിയാണ്. നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം. ഡിഫോറസ്റ്റേഷൻ, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഓൺ സ്ലോപ്പിംഗ് ഏരിയാസ്, സോയിൽ പൊല്യൂഷൻ. വനനശീകരണം, ചരിഞ്ഞ പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണ്ണ് മലിനീകരണം. അടുത്ത ചോദ്യം സാറ് പറഞ്ഞത്, invite the agriculture officer of your locality and ask him your doubts. Prepare questions for this. നിങ്ങളുടെ പ്രദേശത്തെ കാർഷിക ഉദ്യോഗസ്ഥനെ ക്ഷണിച്ച് നിങ്ങളുടെ സംശയങ്ങൾ അവരോട് ചോദിക്കുക. ഇതിനായി ചോദ്യങ്ങൾ തയ്യാറാക്കുക. ഇതാണ് സാർ അവസാനമായി തന്ന ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെയാണ് ചോദ്യങ്ങൾ മനസ്സിലുള്ളതെങ്കിൽ അത് എഴുതാട്ടോ. ഇത് എന്റെ ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. What are the types of soil which can be seen in our locality? Which type is the most fertile soil? How can soil erosion be prevented?
Can we retain the fertility of the soil? What are the human activities that destroy the fertility of the soil? മലയാളത്തിലാണെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള മണ്ണാണ് നമ്മുടെ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത്? ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ് ഏതാണ്? മണ്ണൊലിപ്പ് എങ്ങനെ തടയാം? മണ്ണിന്റെ ഫലഭൂഷ്ടത നിലനിർത്താൻ നമുക്ക് കഴിയുമോ? മണ്ണിന്റെ ഫലഭൂഷ്ടതയെ നശിപ്പിക്കുന്ന മനുഷ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾ. നിങ്ങൾക്ക് വേറെയാണ് ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നതെങ്കിൽ അത് എഴുതാം. ഇത് എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വർക്ക്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്താണെന്ന ബെല്ലൈക്കൺ നിൽക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.